ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് കയ്യിലൊരു ഗ്ലാസ് ഒരു കപ്പൊക്കെ എന്താണെന്നുള്ളത്. ഒരു ചായയാണ്, കട്ടൻ ചായയാണ്. ഉറക്കം വന്നിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ. പുലർച്ചെ 2 മണിക്കാണ് നാട്ടിലെത്തിയത്. എറണാകുളത്ത് നിന്ന് നാട്ടിലെത്തിയ പുലർച്ചെ 2 മണിക്കാണ്. 6 മണിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാനും പോയി. കൂലി, നമ്മുടെ ലോകേഷ് കനരാജ് സംവിധാനം ചെയ്ത് നമ്മുടെ തലവരുടെ 50 വർഷത്തെ എന്താ പറയുക സിനിമാ ജീവിതത്തിലെ സിനിമ എന്ന് പറയാം, കൂലി. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ്. ഒരുപാട് പ്രതീക്ഷ പറഞ്ഞാൽ എന്തൊക്കെയോ സർപ്രൈസുകളൊക്കെ ഉണ്ട് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതിലൊക്കെയാണ് പോയത്. എന്തെങ്കിലുമൊക്കെ ലോകേഷ് കനരാജ് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ ഒരു എന്താ പറയുക നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ സൗബിൻ്റെ തമിഴ് സിനിമയുടെ എന്തായിരിക്കും ആ വില്ലത്തരം എങ്ങനെ ഉണ്ടാവുന്നത്, നമ്മുടെ രജനീകാന്തിനോടുള്ള വില്ലത്തരം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അത് കിടിലമായി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മുതൽ അവസാനം വരെ അദ്ദേഹം കിടിലമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പാട്ടിൽ ഡാൻസ് നമ്മൾ കണ്ടാണ്. പിന്നെ വില്ലത്തരം വില്ലത്തരമാണ്. എന്താ പറയുക, ഫേസ് ടു ഫേസ് നിൽക്കുന്ന രീതിയിലുള്ള വില്ലത്തരം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയാവുന്ന ഒരു കഥാപാത്രം എന്നുള്ളത് നാഗാർജുനയുടെ കഥാപാത്രമാണ്. നാഗാർജുനയുടെ കഥാപാത്രം എന്താ പറയുക സീൻ ബൈ സീൻ ലാസ്റ്റ് വരെ ഉണ്ട് എന്നുള്ളതാണ്. സ്ക്രീൻ സ്പേസ് ഉണ്ട്, നല്ല സാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ അമീർ ഖാൻ എന്തിനു കൊണ്ടുപോകുന്ന ഒരു വീഡിയോ വലിക്കാൻ കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. എന്താ വീഡിയോ വലിക്കാൻ കൊണ്ടുപോകാൻ തോന്നും. നിർഗുണനായിപ്പോയി അമീർ ഖാൻ. പിന്നെ നമ്മുടെ ഉപേന്ദ്ര സൂപ്പറായിരുന്നു. ഏറ്റവും കിടിലൻ ഇൻട്രോ കൊടുത്തത് ഉപേന്ദ്രയ്ക്കാണെന്ന് പറയാം. അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അവർ ഇൻട്രോ കുറഞ്ഞ സീനേ ഉള്ളൂ, പക്ഷെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തലൈവരുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ജയിലിലൊക്കെ നമുക്ക് ആ ഒരു ഇൻട്രോയിൽ സീനും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ എന്താ പറയുക ഈ രോമം ഇങ്ങനെ എഴുന്നേറ്റ് ഡാൻസ് കളിക്കുന്ന ആ ഒരു ഫീലായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു സ്വാഗ് ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഫീല്, ഒരു നിർവികാര മൂവി നമ്മളിങ്ങനെ കണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഒരു ബോറടിക്കുക വെച്ചാൽ ലാഗ് അടുപ്പിക്കുക അങ്ങനെ കാര്യങ്ങൾ അതൊന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഹൈ മൊമെന്റ് കാര്യങ്ങളൊന്നും സിനിമയിലില്ല. സ്ക്രീൻ പ്ലേ പറ്റ ഷോകായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അനിരുദ്ധ് നല്ലപോലെ പട്ടപ്പിച്ച് വിടുന്നുണ്ട്. അത് വലിയൊരു പോസിറ്റീവാണ്. അനിരുദ്ധിൻ്റെ പടങ്ങളിൽ അനിരുദ്ധ് സൂപ്പറാക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അത് സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ സത്യരാജ് കുഴപ്പമില്ലായിരുന്നു, ചെറിയ റോളാണ്, അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രുതിഹാസൻ വെറുപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറയാം. വെറുപ്പിച്ചിട്ടില്ല, വലിയൊരു വെറുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പൂജ ഹെഗ്ഡെ തല കാണിക്കുന്ന സിനിമകളൊക്കെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ എല്ലാം പൊട്ടിപ്പാളീസാവുന്ന സീനാണ് നമ്മൾ കാണുന്നത്. മറ്റേ മാഡ്രേ കാണും വല്ലാത്തൊരു സീൻ തന്നെയാണ് കേട്ടോ. രാവിലെ 6 മണിക്ക് ഉറക്കം വന്നിട്ട് ഇപ്പോഴും ആ ഉറക്കക്ഷീണം അവിടെ മാറിയിട്ടില്ല. എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടുവെക്കുക. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എനിക്ക് ഇങ്ങനെയാണ് ഈ സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത്. 2.25 മണിക്കൂറുണ്ട്. സിനിമ എന്താ പറയില്ല, ലാഗ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു നിർവികാരമായിട്ട് ഒരു വികാരം ഇല്ലാതെ ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ, അത്രയേ ഉള്ളൂ. അത് ഇത്രയും ആൾക്കാരെയൊക്കെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലായില്ല. ഇത്രയും ഈ എന്താ പറയുക ക്യാമിയോസ് ഒക്കെ ഇത്രയും ആൾക്കാരെ കൊണ്ടുപോയിട്ട് നല്ലൊരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് തട്ടിമുട്ടി പോകുന്നുള്ളത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ലോകേഷ് കനകരാജ്? ഇതിനു മുമ്പ് കാർത്തിക് സുബ്രാജ് വന്ന് ഇപ്പോൾ ലോകേഷ് കനകരാജിൻ്റെ അടുത്തുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നത് പോലെയാണ് തോന്നുന്നത്. ഇനി നമ്മുടെ രജനീകാന്ത് നമ്മുടെ തലവരെ ഒരു പ്രതീക്ഷയുള്ള പടം ജയിലർ 2 ആണ്. അത് ജയിലർ പടച്ചു വിട്ടതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി കിട്ടണം എന്നുള്ളതാണ് പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ കൂലിയുടെ എൻ്റെ ഒപ്പീനിയൻ ഇത്രയേ ഉള്ളൂ. കൂടുതൽ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.